നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വേർഡ് പ്രസ്സിലെ ലൂപ്പ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, സോ നമ്മൾ ഇത് ഇത്തിരി ലെങ്തി സെഷൻ ആയിരിക്കാം, പിന്നെ ഇത്തിരി കൺഫ്യൂസിങ് ആയിരിക്കും. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ അപ്കമിങ് വീഡിയോസ് ഫോളോ ചെയ്യുക. ഇത് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം, ഡമ്മി ആയിട്ട് എങ്ങനെ പേജസ് ക്രിയേറ്റ് ചെയ്യാം, ആ പോസ്റ്റ് എങ്ങനെ ലൂപ്പ് ചെയ്തെടുക്കാം നമുക്ക് കാണാൻ പറ്റും. സോ അതൊരു ബേസ് ചെയ്തിട്ടുള്ള സെഷനാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു അഡ്മിൻ ഡാഷ്ബോർഡിൽ പോകണം. അഡ്മിൻ ഡാഷ്ബോർഡിൽ പോയിട്ട് നമുക്കൊരു പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ അഡ്മിൻ ഡാഷ്ബോർഡിൽ നമ്മൾ എങ്ങനെ പോകാന്നത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു. നമ്മുടെ നിങ്ങളുടെ ലോക്കൽ ബൈ ഫ്ലൈവീൽ ചെക്ക് ചെയ്യുക. ഇത് റൺ, എൻ്റെ ഓൾറെഡി റണ്ണിങ് ആണ് സെഷൻ. സോ റൺ അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിടുക. എന്നിട്ട് ഓപ്പൺ സൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി ഇപ്പൊ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല, അതുകൊണ്ടാണ് ലൈക്ക് എം ടി സ്ക്രീൻ വരുന്നത്. എൻ്റെ കോഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ഒന്നുമില്ല അതിൻ്റെ ഉള്ളിൽ. സോ ദാറ്റ്സ് വൈ ലൈക്ക് ഇത് എം ടി സ്ക്രീൻ ആയിട്ട് വരുന്നത്. അഡ്മിനിക്ക് പോകണമെങ്കിൽ ഞാൻ പറഞ്ഞു /WP admin എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അഡ്മിൻ പേജ് ലോഡ് ആവും. സോ അതിൽ ക്രെഡൻഷ്യൽസ് ചോദിക്കും, നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടില്ല ക്രെഡൻഷ്യൽസ് ചോദിക്കും. സോ ലോഗിൻ ചെയ്യുക, ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അഡ്മിൻ ഡാഷ്ബോർഡ് കാണാൻ പറ്റും. ഡാഷ്ബോർഡിൽ നമ്മൾ എന്ന് ചോദിച്ചാൽ നമുക്ക് പുതിയ പോസ്റ്റ് ആഡെങ്കിൽ പോസ്റ്റ് ക്ലിക്ക് ചെയ്യാം. സോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മുടെ പോസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സിസ്റ്റിംഗ് പോസ്റ്റ് നമ്മൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ കാണാൻ പറ്റും നമുക്കിവിടെ. ഓക്കെ, ഇപ്പൊ എൻ്റെ ഇത്ര എക്സിസ്റ്റിംഗ് ഉണ്ട്. ഇനി നമ്മളിത് ആഡ് ചെയ്യാൻ പോകുന്നു ഒരു പോസ്റ്റ്. അത് ആഡ് ചെയ്യണമെങ്കിൽ സിമ്പിൾ ആണ്. ഇവിടെ ആഡ് ന്യൂ പോസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ അവര് ബേസിക്കലി ഇതിൽ ടൈറ്റിൽ ചോദിക്കും, പിന്നെ ഒരു ലൈക്ക് ഡീറ്റെയിൽസ് ചോദിക്കും. സോ ഞാനിവിടെ ടെസ്റ്റ് പോസ്റ്റ് 1 എന്ന് പറഞ്ഞു കൊടുത്തു. ടെസ്റ്റ് പോസ്റ്റ് ഡീറ്റെയിൽസ് ഡെമ്മി ആയിട്ട് ഞാൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽസ് 1 എന്ന് കൊടുത്തു. ഓക്കെ, ഞാൻ പബ്ലിഷ് ചെയ്തു. യെസ്, അപ്പോൾ എന്നിട്ട് ബാക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ലൈക്ക് ടെസ്റ്റ് പോസ്റ്റ് 1 കണ്ടു ഇപ്പോൾ നമ്മുടെ. സോ 2 പോസ്റ്റ് ഉണ്ട്, ഹലോ വേൾഡ് ഉണ്ട്, ടെസ്റ്റ് പോസ്റ്റ്. ഞാൻ ഒരെണ്ണം കൂടി ആഡ് ചെയ്യാൻ പോകണം, എനിക്കൊരു പോസ്റ്റും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിൽ ടെസ്റ്റ് പോസ്റ്റ് 2 എന്ന് പറഞ്ഞു കൊടുത്തു. ടെസ്റ്റ് പോസ്റ്റ് 2 ഡീറ്റെയിൽസ്. എന്നിട്ട് നേരത്തെ ക്ലിക്ക് ചെയ്ത പോലെ പബ്ലിഷ് ക്ലിക്ക് ചെയ്തു, ഓക്കെ അടിച്ചു, പബ്ലിഷ് ഓക്കെ അടിച്ചു. സോ നമ്മുടെ ഇത്ര വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് നമ്മൾ ഇത് റീലോഡ് ചെയ്ത് നോക്കാം. സോ ഇതിനുള്ള ഒന്നുമില്ല. ഇത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് അടിച്ച് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 2 പോസ്റ്റും വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഈ പോസ്റ്റ് നമ്മുടെ PHP യൂസ് ചെയ്തിട്ട് ലൂപ്പ് ചെയ്ത് നമുക്ക് കാണണം. എല്ലാ പോസ്റ്റും റീസെന്റ് പോസ്റ്റൊക്കെ നമുക്ക് കാണണം. ബേസിക്കലി അതിന് നമുക്ക് എങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം, അതെങ്ങനെയായിരിക്കും എന്നുള്ളത്. അത് വളരെ സിമ്പിളാണ്. നമ്മൾ പക്ഷെ എന്താ വെച്ചാൽ എക്സിസ്റ്റിംഗ് കോഡ് നിങ്ങൾ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാതൊക്കെ, എന്നിട്ട് ഒരു വൈൽ എഴുതാം. വൈൽ ലൂപ്പ് എന്തിനാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം. എന്തെങ്കിലും ലൂപ്പ് ചെയ്യണം, ഐറ്ററേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വൈൽ യൂസ് ചെയ്യാം. സോ വൈലില് ഉള്ളില് #posts, ഇതൊരു എക്സിസ്റ്റിംഗ് വേർഡ് പ്രസ് മെത്തേഡാണ്, നമ്മളത് യൂസ് ചെയ്യുന്നു. #post എന്നുള്ളത് വെച്ചാൽ പോസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പൊ ബൂളിയൻ ആയിരിക്കും വരുന്നുണ്ടാവുക, യെസ് നോ എന്ന് പറഞ്ഞിട്ട്. ഒബ്വിയസ്ലി ട്രൂ ആയിരിക്കും നമ്മുടെ കേസിൽ വരുന്നുണ്ടാവുക. അതുപോലെ കാരണം നമ്മുടെ ഓൾറെഡി 3 പോസ്റ്റ് ഉണ്ടല്ലോ. ഓക്കെ, എന്നിട്ട് എനിക്ക് ആ പോസ്റ്റ് കാണണം നെക്സ്റ്റ്. അപ്പൊ സിമ്പിൾ ആണ്, ഇതില് _post മെത്തേഡ് കോൾ ചെയ്യാം, സെമിക്കോളൻ. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഒരു ഡെമ്മി ആയിട്ട് ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഇതില് എനിക്ക് ഒരു കീവേഡും കൂടി ആഡ് ചെയ്യണം. ഓക്കെ, പോസ്റ്റിന്റെ ഉള്ളിൽ ഈ പോസ്റ്റ് നമ്മൾ വെച്ചു. ഇനി ഇവിടെ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ PHP ക്ലോസ് ചെയ്യണം എനിക്ക്, കാരണം എനിക്ക് HTML ആഡ് ചെയ്യണം ഇൻ ബിറ്റ്വീൻ. എന്നിട്ട് PHP ക്ലോസ് ചെയ്തിട്ട് ഞാൻ h2/h2 ഒരു ഹെഡിങ് ടാഗ് എഴുതി അതിൻ്റെ ഉള്ളിൽ ഞാൻ തൽക്കാലത്തേക്ക് ഹലോ എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, പക്ഷെ ഇവിടെ എറർ അടിക്കുന്നു, കാരണം ഇത് നമ്മൾ PHP റാപ്പപ്പ് ചെയ്തൊക്കെയാണ്. സോ ഈ സെഷൻ നമുക്ക് പിന്നെയും PHP റാപ്പപ്പ് ചെയ്യണം, കാരണം എനിക്ക് ലൂപ്പിൻ്റെ ഉള്ളിൽ HTML ഞാൻ ആഡ് ചെയ്തതാണ്. ഇത് കൺഫ്യൂസിങ് വേണ്ട,
സിമ്പിൾ ആണ്, ലൈക്ക് നമ്മൾ നോർമൽ വാല്യൂ എഴുതി. പക്ഷേ HTML എനിക്ക് നോർമൽ വേണം, എനിക്ക് PHP റാപ്പ് ചെയ്യണ്ട. HTML ആണല്ലോ, അപ്പോൾ PHP ഇവിടെ തൊട്ട് ഇവിടെ വരെ PHP, ഈ വൈൽ ലൂപ്പിന്റെ ക്ലോസിങ്ങിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് PHP എഴുതി ഞാൻ. എന്നിട്ട് ഇവിടെ ഒരു HTML H2 ടാഗ് എഴുതി വെച്ചു ഹലോ എന്ന്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്താ ഔട്ട്പുട്ട് വരുന്നുണ്ടാവുക എന്നുള്ളത്. ഓക്കെ, നമ്മുടെ ഈ സൈറ്റ് തുറക്കാൻ ഞാൻ പറഞ്ഞിരുന്നു, എളുപ്പമാണ്. ലോക്കൽ ബൈ ഫ്ലൈവിൽ ഓപ്പൺ സൈറ്റ് നിങ്ങൾ കൊടുത്താൽ മതി. സോ അതിൽ ഓടാം. എൻ്റെ ഓൾറെഡി എക്സിസ്റ്റിംഗ് അതിൽ ആയതുകൊണ്ട് ഞാൻ റീലോഡ് ചെയ്യുന്നു. അപ്പോൾ 3 ഹലോ വന്നിട്ടുണ്ട്. സോ ബേസിക്കലി നമ്മുടെ ലൂപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ. എത്ര ബ്ലോഗ് പോസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ അത് ലൂപ്പ് ചെയ്തിട്ട് നമ്മളത് 3 ഹലോ ആണ് കാണുന്നത്. 3 ഹലോ ആണ് നമുക്ക് കാണുന്നത്. ഇനി നമുക്ക് ഇതിൽ കുറച്ചുകൂടി മോഡിഫൈ ചെയ്യാം. എനിക്ക് 3 ഹലോയില് എനിക്ക് ടൈറ്റിൽ കാണണം. ഓക്കെ, അത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ ഈ ഹലോ എടുത്ത് കളയാൻ പോവാണ്. എന്നിട്ട് ഹലോന് പകരം ഞാൻ അവിടെ കൊടുക്കുന്നത് ഒരു PHP കോഡ് ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, എനിക്ക് അതിന്റെ ടൈറ്റിലാണ് കാണേണ്ടത്. ഓക്കെ, PHP കോഡിന്റെ ഉള്ളിൽ ഒരു വേർഡ് പ്രസിന്റെ ഒരു മെത്തേഡ് ഉണ്ട്, ഓൾറെഡി എക്സിസ്റ്റിംഗ് മെത്തേഡാണ് ഈ ഹാവ് പോസ്റ്റ് ദി പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലത്തെ ഒരു മെത്തേഡാണ് ദി അണ്ടർസ്കോർ ടൈറ്റിൽ. ഓക്കെ, ദി അണ്ടർസ്കോർ ടൈറ്റിൽ സെമിക്കോളം കൊടുക്കുക. ഓക്കെ, ഇതിപ്പോ ടൈറ്റിൽ കിട്ടി. എനിക്ക് അതുപോലെ കണ്ടന്റും കണ്ടു. നമ്മൾ എഴുതിയിരുന്നല്ലോ കണ്ടന്റ്, ടെസ്റ്റ് പോസ്റ്റ് 1 ഡീറ്റെയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊരു കണ്ടന്റ് ആയിരുന്നു. സോ ആ കണ്ടന്റ് കാണണമെങ്കിൽ ഞാൻ ഇവിടെ അടുത്തൊരു PHP റാപ്പപ്പ് ചെയ്തു വെച്ചിട്ട്, അതും എക്സിസ്റ്റിംഗ് മെത്തേഡ് ഉണ്ട്, ദി അണ്ടർസ്കോർ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചോദിച്ചാൽ നമുക്ക് ഒരു റൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എന്ത് വരും, എങ്ങനെ വരും എന്നുള്ളത്. നമ്മൾ കൊടുത്ത പോസ്റ്റ് വന്നു. പോസ്റ്റിന്റെ ടൈറ്റില് ഡീറ്റെയിൽസ്, അത് കണ്ടന്റ് ആണ്. ഡീറ്റെയിൽസ് പറഞ്ഞാൽ വിത്ത് കണ്ടന്റ് ആണ്. അതേപോലെ പോസ്റ്റ് അതിന്റെ കറസ്പോണ്ടിങ്, പിന്നെ എക്സിസ്റ്റിംഗ് ഉണ്ടായിരുന്നു വന്നു. പക്ഷെ ഇത് ഭയങ്കര ഒരു എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന നമുക്ക് സഗ്രിഗേഷൻ മനസ്സിലാവുന്നില്ല. സോ ഞാനിപ്പോൾ ടെമ്പററി സൊല്യൂഷൻ ആയിട്ട് ഞാനിവിടെ ഒരു ടാഗ് കൊടുക്കാം. ആ ടാഗ് സോറി, നമ്മൾ കാരണം PHP ഉള്ളിൽ കൊടുക്കാൻ പാടില്ലല്ലോ, PHP പുറത്ത് കൊടുക്കണ്ടേ. HTML ടാഗ് ആണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഒരു HR ടാഗ് ഞാൻ കൊടുക്കുന്നു ഇപ്പോൾ തൽക്കാലത്തേക്ക്. എന്നിട്ട് റീലോഡ് ചെയ്തേക്കാം. സോ ബേസിക്കലി അപ്പോൾ ഒരു ലൈൻ 1 സഗ്ഗേഷൻ വേണ്ട. ഇതിന്റെ ഈ ഡീറ്റെയിൽസ്, ഈ ടൈറ്റിലെ ഈ ഡീറ്റെയിൽസ്, ഈ ടൈറ്റിലെ ഈ ഡീറ്റെയിൽസ് വന്നു. ഓക്കെ, ഇതാണ് ഉള്ളത്. ഇനി അടുത്തത് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നോർമൽ ടെസ്റ്റ് ആണ്. എനിക്കത് ക്ലിക്കബിൾ ലിങ്ക് ആക്കണം. അത് എന്തായിരിക്കും യൂസ് ചെയ്യേണ്ടത്? നമ്മൾ HTML നമ്മൾ സിമ്പിൾ ആണ് യൂസ് ചെയ്യാനായിട്ട്. ആങ്കർ ടാഗ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്കൊരു ആങ്കർ ടാഗ് യൂസ് ചെയ്യാം. എവിടെ? ഈ ടൈറ്റിലിൽ. കാരണം ക്ലിക്കബിൾ ആയിരിക്കണം ഈ ടൈറ്റില്. അപ്പൊ തൽക്കാലത്തേക്ക് ഞാനൊരു ആങ്കർ ടാബ് യൂസ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ആങ്കർ ടാബ് നമ്മൾ യൂസ് ചെയ്തു. ഈ ആങ്കർ ടാബിൽ ക്ലിക്കബിൾ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? ഒരു പ്രോപ്പർട്ടി ഉണ്ട് ഇതിൽ ആങ്കർ ടാബിൽ, പിക്ചർ അപ്പ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് HTML ഓൾറെഡി ബേസിക്സ് അറിയാമെന്ന് വിചാരിക്കുന്നു. സോ അറിയുന്നെങ്കിൽ ജസ്റ്റ് ഗോ ത്രൂ ചെയ്യുക. HRF ഉണ്ട്. HRFൽ നമ്മൾ കൊടുക്കുന്ന പാത്തിലേക്കാണ് അത് നാവിഗേറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളൊരു PHPയിൽ മെത്തേഡ് കോൾ ചെയ്യാൻ പോകും. എക്സിസ്റ്റിംഗ് മെത്തേഡ് ഉണ്ട് PHPയുടെ ഇൻബിൽറ്റ് മെത്തേഡ്സ്. സോറി, PHPയിലെ വേർഡ് പ്രസിന്റെ മെത്തേഡ്സ് ഉണ്ട്. സോ നമ്മളത് കോൾ ചെയ്യാൻ പോവാണ്. ദി അണ്ടർസ്കോർ പെർമനന്റ് ലിങ്കിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് പെർമാലിങ്ക്. ഇത് എക്സിസ്റ്റിംഗ് ആണ്. അത് അതേപോലെ നമ്മൾ കോൾ ചെയ്യുക. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യുക, റീലോഡ് ചെയ്ത് നോക്കാം. എന്തോ ഒരു എറർ വന്നിട്ടുണ്ട്. ലൈൻ നമ്പർ 15. ലൈൻ നമ്പർ 15 എറർ. കാരണം എന്താ? നമ്മൾ ക്ലോസിംഗ് ടാബ് യൂസ് ചെയ്തിട്ടില്ല, അല്ലയോ? സോറി, ഇവിടെയാണ് ക്ലോസിംഗ് ടാബ് വേണ്ടത്. സേവ്. റീലോഡ് ചെയ്തോ. ഇത് ക്ലിക്കബിൾ ലിങ്ക് ആയിട്ടുണ്ട്. അപ്പം ഇത് 3 ക്ലിക്ക് ടൈറ്റിൽ നമ്മളിപ്പോൾ ക്ലിക്കബിൾ ലിങ്ക് ആക്കി. ഓക്കെ,
ഇനി ക്ലിക്കബിൾ ലിങ്ക് ആക്കുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഒരു പുതിയ പേജ് പോയിട്ട് ഇതും ക്ലിക്കബിൾ ലിങ്ക് ആവണം. സോ ഓൾറെഡി നമ്മൾ നാവിഗേറ്റ് ചെയ്തു, പിന്നെ ഇത് ആവശ്യമില്ലല്ലോ, ഈ ക്ലിക്ക് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇത് എങ്ങനെ ഒഴിവാക്കാം? അത് നമ്മൾ അടുത്തേക്ക് നമ്മൾ നോക്കാൻ പോകുന്നതാണ്. ടൈറ്റിൽ ഓക്കെ, ലൈക്ക് ഒരു ഹോം ഡാഷ്ബോർഡിൽ ലൈക്ക് മൾട്ടിപ്പിൾ ബ്ലോഗ് പോസ്റ്റ് വരും. സോ ആ ബ്ലോഗ് പോസ്റ്റിന് ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ നമ്മൾ ഓരോ പോസ്റ്റിനും ഓരോ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ആ പ്രൊവൈഡ് ആണ് ആ പെർമാ ലിങ്ക് എന്ന് പറയുന്നത്, ദി പെർമാ ലിങ്ക്. സോ ബേസിക്കലി ഓരോ കറസ്പോണ്ടിങ് ബ്ലോഗ് പോസ്റ്റിലുള്ള ലിങ്ക് ആണിത്. എക്സിസ്റ്റിംഗ് മെത്തേഡ് ആണ്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന മാത്രം എക്സിസ്റ്റിംഗ് മെത്തേഡ്. ക്ലിക്ക് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നു. സോ ഓൾറെഡി കറസ്പോണ്ടിങ് ഡീറ്റെയിൽസ് പോയിട്ട് പിന്നെയും ഈ ലിങ്ക് നമുക്ക് ആവശ്യമില്ലല്ലോ. സോ അത് നമുക്ക് എടുത്തു കളയണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ആ ഫയലിന്റെ പേരാണ് single.php. നെയിംസ് അതുപോലെ ആയിരിക്കണം, ചേഞ്ച് ചെയ്യാൻ പാടില്ല. കാരണം വേർഡ്പ്രസ് ആ ഫയലായിരിക്കും ചെക്ക് ചെയ്യേണ്ടാവുക ബേസിക്കലി. സോ ഞാനൊരു ന്യൂ ഫയൽ ആഡ് ചെയ്യുന്നു, single.php എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, single.php ഞാനിപ്പോൾ തൽക്കാലം ഒരു ടെസ്റ്റ് സിംഗിൾ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ എഴുതി. ഓക്കെ, നമുക്ക് റീലോഡ് ചെയ്ത് നോക്കാം. ബാക്കിൽ പോയിട്ട് റീലോഡ് ചെയ്യും. സോ ബേസിക്കലി നമുക്കിപ്പോൾ 3 എണ്ണം വന്നു. നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുന്നു, ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തു, ടെസ്റ്റ് സിംഗിൾ എന്ന് വന്നു. ഓക്കെ, ഞാൻ രണ്ടാമത്തെ പോസ്റ്റ് ക്ലിക്ക് ചെയ്തു, അതിലും ടെസ്റ്റ് സിംഗിൾ എന്നാണ് വന്നത്. അത് എന്തുകൊണ്ടായിരിക്കും? കാരണം വേർഡ്പ്രസ് അത് single.php ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, ഉണ്ടെങ്കിൽ അത് ലോഡ് ചെയ്യും ആ കണ്ടന്റ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അതിൽ ഡീഫോൾട്ട് ഫോൾ ബാക്ക് ആണെങ്കിൽ ചെക്ക് ലുക്ക് ലൈക്ക് ഗോ ത്രൂ ചെയ്യേണ്ടവ. ഡീഫോൾട്ട് ഫോൾ ബാക്ക് ആണ് നമ്മൾ മുമ്പ് എഴുതിയിരുന്നത്. single.php ഇല്ല. സോ എക്സിസ്റ്റിംഗ് ഫയൽ എടുത്തു. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ single.php ഉണ്ട്. അപ്പൊ single.php എക്സിസ്റ്റിംഗ് ഫയലാണ്. ലൈക്ക് ഒരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, വേർഡ്പ്രസ് പറഞ്ഞ ഫയലാണ് ക്രിയേറ്റ് ചെയ്തത് single.php. ആ single.php ചെന്ന് ചെക്ക് ചെയ്തിട്ട് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണെങ്കിൽ ബ്ലൈൻഡ്ലി അത് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പൊ അതാണ് എക്സിക്യൂട്ട് ചെയ്തത്. single.php അതിലുള്ള കണ്ടന്റ് ബ്ലൈൻഡ്ലി എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഈ ക്ലിക്കബിൾ ലിങ്ക് ആവാൻ പാടില്ല, ബട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് വേണം. ഒറ്റ പോസ്റ്റിന്റെ ഇപ്പൊ ഞാൻ ടെസ്റ്റ് പോസ്റ്റ് 2 ക്ലിക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ ടൈറ്റിൽ അതിന്റെ ഡീറ്റെയിൽസും വരണം. പക്ഷെ ടെസ്റ്റ് പോസ്റ്റ് 2 ക്ലിക്കബിൾ ആവാനും പാടില്ല. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഈ single.php എക്സിസ്റ്റിംഗ് കണ്ടന്റ് ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ index.php എഴുതിയിരിക്കുന്ന എന്തോ അതങ്ങനെ തന്നെ കോപ്പി single.php പേസ്റ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാം എന്താ ഔട്ട്പുട്ട് വരുന്നുണ്ടാവുന്ന. ഒന്ന് റീലോഡ് ചെയ്യാം. ടെസ്റ്റ് പോസ്റ്റ് ഇപ്പോൾ ഒറ്റ പോസ്റ്റേ വരുന്നുള്ളൂ, ടെസ്റ്റ് പോസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, അതേപോലെ ടെസ്റ്റ് 1 പോസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ്. പക്ഷെ ഇത് ക്ലിക്കബിൾ ആണ്, സ്റ്റിൽ നമുക്ക് ക്ലിക്കബിൾ ആക്കണ്ട. സോ എന്തായിരിക്കും ഈസിയസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. നമുക്ക് ഈ ആങ്കർ ടാഗ് ഉണ്ടല്ലോ, ഈ ആങ്കർ ടാഗ് റിമൂവ് ചെയ്താൽ മതി. ഇതാണ് ആ ക്ലിക്കബിളിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഫങ്ഷൻസ്. സോ ആങ്കർ ടാഗ് റിമൂവ് ചെയ്യാം, എന്നിട്ട് സേവ്, റീലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ കറസ്പോണ്ടിങ് വന്നു, ഡീറ്റെയിൽസ് വന്നു. ഇത് ക്ലിക്കബിൾ ആയുമില്ല. പക്ഷെ ഇതിൽ എന്താ വെച്ചാൽ ഒരു CSSന്റെ ഒരു എറർ വരുന്നുണ്ട്. എറർ അല്ല, ലൈക്ക് ഒരു നല്ല ഡിസൈനിങ് അല്ല. കാരണം ഇവിടെ താഴത്ത് ഈ HR ടാഗ് വെറുതെ ഇറങ്ങുന്നുണ്ട്. നമുക്കത് റിമൂവ് ചെയ്യാം. വെറുതെ ഒരു അണ്ടർലൈൻ നമുക്ക് ആവശ്യമില്ലല്ലോ. ഇപ്പൊ മൾട്ടിപ്പിൾ പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് സഗ്രിഗേഷൻ ആവശ്യമുള്ളൂ. ഇവിടെ മൾട്ടിപ്പിൾ ഇല്ല, നമുക്ക് ഒറ്റ പോസ്റ്റ് അല്ലേ ഉള്ളൂ. സോ ആ റിമൂവ് എടുത്തു കഴിഞ്ഞു. പക്ഷെ ഇവിടെ ഒന്ന് സഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്തത്. ഓക്കെ, ഇത് പോസ്റ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. മൾട്ടിപ്പിൾ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ലൈക്ക് ഓൺ ക്ലിക്ക് ഓഫ് ഈച്ച് പോസ്റ്റ്, ലൈക്ക് അത് കറസ്പോണ്ടിങ് പേജസ് നാവിഗേറ്റ് ചെയ്യുന്നു, അതിന്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നു. ഇപ്പോൾ ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് ഇതില്. ഓക്കെ, അതെങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ ഡാഷ്ബോർഡിൽ പോയി, ഞാൻ നേരത്തെ പറഞ്ഞു സൈറ്റിന്റെ പേര് /wp admin ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കറസ്പോണ്ടിംഗ്ലി ക്രെഡൻഷ്യൽസ് കൊടുത്ത് ലോഗിൻ ചെയ്യുക. എന്നിട്ട് ഇവിടെ പേജസ് ഉണ്ടാവും, പേജസ് ക്ലിക്ക് ചെയ്യുക. പേജസ് ക്ലിക്ക് ചെയ്ത് എക്സിസ്റ്റിംഗ് പേജസ് നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ ആഡ് ന്യൂ പേജ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇതിന്റെ ടൈറ്റിൽ ചോദിക്കുന്നുണ്ട്. ഞാൻ ടെസ്റ്റ് പേജ് കൊടുത്തു, 1 2 3 ചുമ്മാ. ഓക്കെ,
അതിന്റെ കണ്ടന്റ് ഞാൻ ചുമ്മാ കൊടുക്കണം. ടെസ്റ്റ് പേജ് ഡീറ്റെയിൽസ് 1 2 3 സംതിങ് നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് ഞാനിവിടെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പബ്ലിഷ് ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, പബ്ലിഷ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇവിടെ ലിങ്ക് കാണാൻ പറ്റും, ഇത് ലൈവായി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമുക്ക് പേജ് നോക്കാം. സി ടെസ്റ്റ് പേജ് 1 2 3 എന്ന് വന്നു നമ്മുടെ. ഇനി ഇതിലെന്താന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് കണ്ടു ഈ ഹെഡ്ലൈന് ഒരു ലിങ്കാണ് വന്നേക്കുന്നത്. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് ഈ ലിങ്ക് വരാൻ കാരണം എന്ന് വെച്ചാൽ, ഇത് single.php എടുത്തേക്കുന്നത്, അത് എടുത്തേക്കുന്നത് index.php ലോഡ് ചെയ്തേക്കണം. കാരണം single.php എപ്പോഴും ഇൻഡിവിജ്വൽ പോസ്റ്റ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, പേജസിന് വർക്ക് ചെയ്യില്ല. അത് പേജസിന് വർക്ക് ചെയ്യണമെങ്കിൽ ഇതിന് വേറെ ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, അതാണ് page.php. അത് മറക്കരുത്. ബേസിക്കലി single.php നമ്മൾ പോസ്റ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നു, പേജസിനാണെങ്കിൽ page.php എന്നാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ലിങ്ക് ഡീഫോൾട്ട് വന്നേക്കുന്നത്. അപ്പം നമ്മൾ എന്താ ചോദിച്ചാൽ, നമ്മൾ അടുത്ത ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോണ വേർഡ് പ്രസ് സെയിം നമ്മൾ ഉണ്ടാക്കിയ ടീംസിൻ്റെ ഉള്ളിൽ ഒരു ഫയൽ ആഡ് ചെയ്തിട്ട് നമ്മൾ page.php നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, page.php നമ്മൾ സിമ്പിളാണ്. ഇനി ബാക്കിയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ single.php എന്തൊക്കെ എഴുതിയോ അത് അങ്ങനെ തന്നെ എടുത്ത് കോപ്പി എന്നിട്ട് page.php നമ്മൾ പേസ്റ്റ് ചെയ്തിട്ട് സേവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മളൊരു ടാഗും കൂടി ആഡ് ചെയ്യും, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ചുമ്മാ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ h1 ഒരു ടാഗ് ആഡ് ചെയ്യുന്നു, അതിന് കറസ്പോണ്ടിംഗ്ലി ക്ലോസിംഗ് ടാഗ്. ഓക്കെ, എന്നിട്ട് ഞാൻ പറയും ദിസ് ഈസ് എ പേജ്, ദിസ് ഈസ് നോട്ട് എ പോസ്റ്റ്, ദിസ് ഈസ് എ പേജ്. ഇത് പോസ്റ്റ് അല്ല, പേജ് ആണ് എന്ന്. ഇനി നമ്മൾ എന്താ വെച്ചാൽ, നമ്മൾ മുമ്പ് പോയ സൈറ്റ് റീലോഡ് ചെയ്യുക. ഇവിടെ വന്നു. ഇപ്പൊ എന്താ എടുത്തതെന്ന് വെച്ചാൽ അത് page.php എന്ന് എടുത്തു. ഇത്രയും കഴിഞ്ഞ മുമ്പ് നമ്മൾ index.php എടുത്തിരുന്നത് അതിപ്പോ ചേഞ്ച് ചെയ്തിട്ട് page.php എന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ലോക്കൽ ഇവിടെ ഹോം പേജ് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റേ കാണുള്ളൂ, കാരണം നമ്മൾ പോസ്റ്റാണ് എഴുതിയിരിക്കുന്നത്. അതിനുള്ളിൽ ഹാവ് പോസ്റ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹാവ് പോസ്റ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഹാവ് പോസ്റ്റിന്റെ ഉള്ളിൽ നമ്മൾ ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട് കറസ്പോണ്ടിംഗ്ലി. അതിന്റെ ക്ലിക്കബിൾ ലിങ്ക് വേണം, ടൈറ്റിൽ വേണം, കണ്ടന്റ് വേണം. single.php നമുക്ക് ബേസിക്കലി അതിന്റെ കറസ്പോണ്ടിങ് ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് എടുക്കുള്ളൂ. അത് single.php വേർഡ് പ്രസ് ഗോ ത്രൂ ചെയ്യുന്നതാണ് ഫയൽ. അതേപോലെ page.php വേർഡ് പ്രസ് ഗോ ത്രൂ ചെയ്യും. പക്ഷെ single.php എപ്പോഴും പോസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്, page.php പേജസിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ ഈ സെഷൻ ഞാനിവിടെ ഇപ്പോൾ തൽക്കാലം നിർത്താണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, മുമ്പ് പറഞ്ഞ പോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, കമന്റ്സ് ചോദിക്കുക. അറിയാവുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് നമുക്ക് ഇതിൽ കൺഫ്യൂസിങ് ഒന്നും സാരമില്ല. ലേറ്റർ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഈസി ആയിട്ട് വരും. അടുത്ത സെഷൻ നമ്മൾ മോസ്റ്റ്ലി കവർ ചെയ്യാൻ പോകുന്നത് ഹെഡേഴ്സും ഫൂട്ടേഴ്സ് ആയിരിക്കും. സോ ടിൽ ദെൻ ബൈ.